നമസ്കാരം. പത്തിരി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂരിയാണ്. അത് ഗോതമ്പ് മാവിൽ ഉണ്ടാക്കുന്ന ഒരു പൂരിയാണ്. എണ്ണ തീരെ കുടിക്കാത്ത ഒരു സോഫ്റ്റി ആയിട്ടുള്ളൊരു നല്ല ഒരു പൂരിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പൂരി ഉണ്ടാക്കാൻ വേണ്ടി മാവ് ഇട്ടിട്ടുണ്ട്. ഒരു 2 കപ്പ് മാവാണ് ഇതിൽ. ഇതിൻ്റെ കൂടെ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. ഉപ്പൂടെ ഇട്ട് കൊടുക്കും. എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഇത് എണ്ണ കുടിക്കാത്ത രീതിയിലുള്ളൊരു പൂരിയാണ്. അപ്പം അതിനുവേണ്ടിയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം. ഇതാണ് നമ്മുടെ ട്രേഡ് സീക്രട്ട്. ഗോതമ്പ് മാവാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. 2 കപ്പല്ല 2 ബൗൾ. ഏത് പാത്രത്തിനാണോ എടുത്തിരിക്കുന്നത് അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി എണ്ണ ചൂടാക്കാൻ വെക്കാം. നമുക്ക് പൂരി ഒന്ന് പരത്താം. ഇനി ഇങ്ങനെ ബോൾ പിടിച്ച് ഇങ്ങനാക്കി വെക്കണം. നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് ഇനി ഇത് പരത്തിയെടുക്കാം. ഒരുപാട് പൊടി വാരിയിടരുത് പരത്തുന്ന സമയത്ത്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഒരു സൈഡ് നന്നായിട്ട് പൊന്തി വരുമ്പോൾ അടുത്ത സൈഡിൽ മാറ്റിയിടണം. ഒരു 15 സെക്കൻഡെങ്കിലും ഒരു സൈഡിലിടണം. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടല്ലോ, പൂരി വളരെ സോഫ്റ്റി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എണ്ണ തീരെ ഇല്ലാത്തതാണ്. കണ്ട, കയ്യിലൊന്നും എണ്ണ എന്നിട്ടില്ല. നല്ല ഇതായിട്ടുള്ള ഗോതമ്പ് മാവിൻ്റെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.